ഒരുപാട് ഈ പഞ്ചലോക വിഗ്രഹങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് കടൽ കടന്നു പോയതിന്റെ ഒരുപാട് കഥകളുണ്ട്. ഏതായാലും ആ കഥകളിലേക്കൊക്കെ തന്നെ കണക്ട് ചെയ്യുന്ന ഒരു ലീഡായി ഈ ഡി മണിയുടെ ഇപ്പോഴത്തെ ഈ ഒരു രംഗപ്രവേശം വരുമോ എന്നൊന്നും പറയാൻ കഴിയില്ല. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ ഈ കേസൊന്നും SITയുടെ കയ്യിൽ നിൽക്കാൻ പോകുന്നില്ല. ഈ കേസ് ഒരുപക്ഷെ കേന്ദ്ര ഏജൻസികളുടെ കൈകളിലേക്ക് പോകാനാണ് സാധ്യത. ആ അർത്ഥത്തിൽ ഈ കേസ് SITയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. കാരണം ഇപ്പോൾ ശബരിമലയിലെ ഈ സ്വർണം പോയി എന്ന് പറയുന്ന സ്വർണത്തിലെ യഥാർത്ഥ തൊണ്ടി ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ചില ആളുകളെ ചോദ്യം ചെയ്യുന്നു, SIT മുന്നോട്ട് പോകുന്നു. ഏതായാലും ഹൈക്കോടതിയാണ് SITയെ നിയോഗിച്ചത്. SITയുടെ അന്വേഷണം ആദ്യഘട്ടത്തിൽ വളരെ മികച്ചതാണ് എന്ന് ഹൈക്കോടതി പറയുന്നു. അതിനുശേഷം പിന്നീട് ഹൈക്കോടതി പറഞ്ഞത് SITയുടെ അന്വേഷണം അത്ര തൃപ്തികരമല്ല എന്നാണ്. അപ്പോൾ അങ്ങനെയൊരു വിമർശനം മുന്നിൽ നിൽക്കെ SITക്ക് വലിയ നീക്കങ്ങൾ ഈ വിഷയത്തിൽ നടത്തേണ്ടി വരും. ഇതിന്റെ യഥാർത്ഥ വസ്തുത കണ്ടെത്താനുള്ള നീക്കങ്ങൾ നടത്തേണ്ടി വരും. അതിനിടയിലാണ് ഇപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഒരു വലിയ ആരോപണം ഉന്നയിച്ചത്. ഒരു പ്രവാസി വ്യവസായിക്ക് അറിയാവുന്ന ഒരു ആൾ ഇത്തരത്തിൽ പഞ്ചലോക വിഗ്രഹ കടത്തിൽ പ്രധാനപ്പെട്ട ആളാണ്. അദ്ദേഹം 500 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്, അതിന് ശബരിമലയുമായി ബന്ധമുണ്ട് എന്ന ആരോപണം ഉന്നയിക്കുന്നത്. പിന്നീട് രമേശ് ചെന്നിത്തലയുടെ മൊഴിയെടുക്കുന്നു, പ്രവാസി വ്യവസായിയുടെ മൊഴിയെടുക്കുന്നു. അതിനുശേഷം ഇന്ന് ഡി മണിയെ കണ്ടെത്തുന്നു. അപ്പോൾ ഡി മണി താനല്ല എന്ന് അദ്ദേഹം പറയുന്നു. ഏതായാലും ഡി മണിയാണോ ഇനിയിപ്പോൾ ഡയമണ്ട് മണിയാണോ ദുബായ് മണിയാണോ എന്നൊക്കെ അന്വേഷണ സംഘം കണ്ടെത്തുമായിരിക്കും.